നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മറ്റൊരിടത്തൊന്നും കിട്ടില്ല. അങ്ങനെ ചെയ്യുമോ? അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാം. ശരി. നിങ്ങൾക്കിത് ആഘോഷിക്കാനുള്ള ദിവസം. നിന്റെ ചേച്ചിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു കുടുംബത്തിലേക്കാണ് അവള് മരുമകളായി കയറി വരാൻ പോകുന്നത്. എല്ലാം എന്റെ ചേച്ചിയുടെ ഭാഗ്യമാ. ആ വീട്ടിൽ നീ ഉണ്ടെന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം തികഞ്ഞൊരു വീട് വേണമെന്ന് വാശി പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്തായാലും ചേച്ചി ആ വീട്ടിൽ കയറിയാ പതുക്കെ നിന്റെ സ്ഥാനം തെറിക്കും. അത് എന്റെ വീടാ. നിന്റെ ചേച്ചിയാണ് അങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ പോകുന്നത്. ശരിയാ, പക്ഷേ ഇനി അങ്ങോട്ട് എന്റെ ചേച്ചി ആ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. നിന്നെ നിന്റെ അച്ഛൻ കെട്ടിച്ചു വിടില്ലേ? പിന്നെ നീ വേറെ ഏതെങ്കിലും വീടിനെ മുടിക്കാനായിട്ട് പോവല്ലോ. അപ്പൊ എന്റെ ചേച്ചിക്ക് ആ വീട്ടിലെ റാണിയെ പോലെ സുഖമായിട്ട് കഴിയാം. നീ വെറുതെ പകൽക്കിനാവ് കാണണ്ട. ഞാൻ കഴിഞ്ഞേ എന്റെ അച്ഛൻ ആരും ഉള്ളൂ. അതൊക്കെ വെറുതെ. വയസ്സാം കാലത്ത് നോക്കാൻ മകനും മരുമകളും മാത്രമേ കാണൂന്ന് അദ്ദേഹത്തിന് അറിയാം. അതാണ് എന്റെ ചേച്ചിയെ സഞ്ജയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ കല്യാണം നടത്തി കൊടുക്കുന്നത്. ചേച്ചിക്ക് നല്ല സ്വഭാവമാണെന്നും കാരണവന്മാരെ നോക്കുമെന്നും ഗോപാൽജിക്ക് അറിയാം. പിന്നെ ഈ മഞ്ജു എന്ന വിളി നിർത്താൻ നോക്കിക്കോ. ഏട്ടത്തി അമ്മയെന്ന് വിളിച്ച് ശീലിക്കുന്നതാ നല്ലത്. ആ, നിന്റെ ചേട്ടന്റെ ഭാര്യയായിട്ട് വരുമ്പോ ഏട്ടത്തിയമ്മ ആയില്ലേ? വീട്ടില് നിന്നെക്കാളും വലിയ സ്ഥാനമാണ് ഏട്ടന്റെ ഭാര്യയ്ക്ക്. നിന്റെ വൃത്തികെട്ട ചിരി മായ്ക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഈ കല്യാണം നടക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമായി പോയി. ഗിരിയേട്ടനുമായിട്ടുള്ള കല്യാണം നടത്താനായിരിക്കും. നീ ചിന്തിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല. ചേച്ചിയും സഞ്ജയും തമ്മിലുള്ള കല്യാണം നടന്നാലും നിനക്ക് ഗിരിയേട്ടനെ കിട്ടാൻ പോകുന്നില്ല. നിന്നെപ്പോലൊരു സൈക്കോയെ കല്യാണം കഴിക്കേണ്ട ഗതികേടൊന്നും ഗിരിയേട്ടനില്ല. ഇനി അഥവാ ഗിരിയേട്ടൻ നിന്നെ കല്യാണം കഴിച്ചാൽ തന്നെ നിന്റെ അഹങ്കാരമൊക്കെ ഗിരിയേട്ടന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടുന്നത് വരെ ഉണ്ടാവും. ബഹളം വെക്കരുത്. നമ്മളെ തമ്മിൽ തല്ലുകൂടിയവരാണെന്ന് അറിഞ്ഞാലേ ഈ കല്യാണം മുടങ്ങും. രണ്ടുപേരും കൂടെ വഴക്കൂടുകയാണോ? ഞങ്ങള് വെറുതെ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കായിരുന്നു അല്ലേ ശാലിനി? അതെ അതെ. എന്നാ ഓക്കെ മോളെ, നമുക്ക് ഇറങ്ങാനുള്ള സമയം. ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ ചെല്ല്. ഇതിനാ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ കല്യാണത്തിന് മുമ്പ് വെക്കണമെന്ന് കാരണവന്മാര് പറയും. ഇപ്പൊ നമ്മൾ തമ്മിൽ കൂടുതൽ പരിചയമായി. ഞാൻ ഈ മകേഷ് വെറുതെ കുടിച്ചു കിടക്കുന്ന ഉഴപ്പനാന്നാ കരുതിയത്. ഇപ്പോഴാ മനസ്സിലായത് ആളൊരു മിടുക്കനാണെന്ന്. മഞ്ജുവിന്റെയും സഞ്ജുവിന്റെയും കല്യാണം കഴിഞ്ഞ അടുത്തത് ശ്രുതിയുടെയും മഹേഷിന്റെയും കല്യാണം. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. അതൊന്നും വേണ്ട ഗോപാൽജി, എനിക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കണമെന്ന് ആഗ്രഹം. ഓസ്ട്രേലിയ അത് നല്ലതാ. ആ പിന്നെ മഞ്ജുവിന്റെ ജാതകം ഞങ്ങൾക്കൊന്ന് തരണം. ഇന്ന് തന്നെ അയച്ചുതരാം ഗോപാൽജി. എനിക്ക് ഈ വക കാര്യങ്ങളിൽ വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഇത് നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ചില ബന്ധുക്കൾക്ക് അത് മതി. ഇത് വെറുതെ അവരുടെ വായടപ്പിക്കാൻ വേണ്ടിട്ടാ. ആ പിന്നെ കല്യാണം അധികം താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല കേട്ടോ. പണിക്കരോട് ഏറ്റവും അടുത്ത തീയതി തന്നെ നോക്കാൻ പറ. ആയിക്കോട്ടെ. ശരി. ഓ ശരി ശരി. രക്ഷപ്പെട്ട്
ഫോട്ടോ വീണതോർത്ത് മോള് വിഷമിക്കണ്ട. അതിന് ആണി വല്ലത് ഇളകിപ്പോയതായിരിക്കും. അമ്മാവൻ ശരിയായിക്കോളാം. മോളെ മഹിമേ, ആ ചുറ്റി എന്നെടുത്തുണ്ടോ? എന്നാലും ഗോപാൽജിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഒരിക്കൽ ആ വീട്ടിൽ നിന്നും ഇവള് തന്നെ സഞ്ജുവിനെ അപമാനിച്ചിറക്കി വിട്ടതല്ലേ. എന്നിട്ട് അവളുടെ അടുത്ത് തന്നെ വീണ്ടും ചെന്ന് കല്യാണം ഉറപ്പിക്കാന്നൊക്കെ പറഞ്ഞ സഞ്ജുവിന് എന്താ വേറെ പെണ്ണുങ്ങളെ കിട്ടില്ലേ? അതെ, മഞ്ജുവിനേക്കാള് സൗന്ദര്യവും അന്തസ്സുള്ള പെണ്ണുങ്ങള് വേറെ എത്രയോ പേര് ഈ നാട്ടിലുണ്ട്. പക്ഷേ അവരോടൊന്നും സഞ്ജുവിന് ഇഷ്ടം തോന്നിയില്ലല്ലോ. അവന് കുട്ടിക്കാലം മുതലേ മഞ്ജുവിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത് അവളുടെ ഭാഗ്യം. സഞ്ജുവിന് പ്രേമിക്കാൻ എന്താ ഒരു പോലീസുകാരിയെ മാത്രമേ കിട്ടിയുള്ളൂ. നമ്മളെയും ഗോപാൽജിയും പോലീസുകാർ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. അതെല്ലാം ഗോപാൽജിക്ക് എങ്ങനെ മറക്കാൻ കഴിയുന്നു? ഗോപാൽജി ഒന്നും മറന്നതല്ലമ്മേ. സഞ്ജുവിന്റെ ഇഷ്ടത്തെ എതിർത്ത് അവൻ വല്ല കടുങ്കയും ചെയ്യുമെന്ന് ഗോപാൽജിക്ക് പേടിയുണ്ടായിരുന്നു. അത് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. കല്യാണം കഴിഞ്ഞ ഗോപാൽജി അവളെ പിന്നെ ജോലിക്കൊന്നും വിടില്ലായിരിക്കും അല്ലേ? ഇത്രയും കാശുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെന്നാ പിന്നെ ഏതെങ്കിലും പെണ്ണ് ജോലിക്ക് പോവോ? അതും പൊടിയും വെയിലും ഒക്കെ കൊണ്ട് കഷ്ടപ്പെടേണ്ട ഒരു ജോലി. അവൾ ഉറപ്പായും ജോലി വേണ്ടെന്ന് വെക്കും. അങ്ങനെയാണെങ്കിൽ നന്നായി. ഞാൻ മഞ്ജുവിനെ കുറെ അപമാനിച്ചിട്ടുണ്ട്. അന്നവള് ഗോപാൽജിയുടെ മരുമകളാവൂന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞ ഇനി അതെല്ലാം മനസ്സിൽ വെച്ച് മഞ്ജു പെരുമാറുമെന്തോ. ഏട്ടൻ എന്തിനാ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്? മഞ്ജു ആ ഗോപാൽജിയുടെ മരുമകളായ വൈകാതെ ഏട്ടനും അദ്ദേഹത്തിന്റെ മരുമകനാവില്ലേ? അതെ അതെ, ശാലിനിയുടെ നിന്റെ കല്യാണം ഉടനെ നടത്തണം. അത് കഴിഞ്ഞാ പിന്നെ ഏട്ടൻ മഞ്ജുവിനെ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾക്ക് ഗോപാൽജിയുടെ മുമ്പിൽ ഒരേ സ്ഥാനമല്ലേ? മതി, നിർത്ത്. രണ്ടുപേരും എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത്? ഇങ്ങനെയുള്ള സംസാരം ഇനി ഈ വീട്ടിൽ ഉണ്ടാകരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? എടാ, അവൾ ഉള്ളതല്ലേ പറഞ്ഞത് മോനെ. ശാലിനിയുടെ നിന്റെ വിവാഹം നമുക്ക് നടത്തണ്ടേ? നീ അമ്മയുടെ ഈ ആഗ്രഹം നടത്തി തരാമെന്ന് സമ്മതിച്ചതല്ലേ? ഗോപാൽജി സമ്മതിച്ചാൽ മാത്രമേ അത് നടക്കൂന്ന് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹമായിട്ട് വന്ന് ഇക്കാര്യം സംസാരിച്ച നമുക്ക് ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുവരെ ഇങ്ങനെ ഒരു ചിന്ത പോലും നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. ഗോപാൽജിക്ക് ഏട്ടനോട് കല്യാണക്കാരും സംസാരിച്ച എന്താ? സഞ്ജു കണ്ട പോലീസുകാരിയൊക്കെ പ്രേമിച്ചപ്പോ അത് നടത്താൻ ഗോപാൽജിക്ക് മുന്നിട്ടിറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ. ഗോപാൽജി വെറുതെ ഒന്നും ഈ കല്യാണം നടത്താൻ ഇത്രയും പാടുപെടില്ല. ഇതിന് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്ത് കാരണം? മഞ്ജു സഞ്ജുവും തമ്മില് എന്തെങ്കിലുമൊക്കെ നടന്നു കാണും. അവൾക്ക് വയറ്റിലുണ്ടായി കാണും. അത് നാട്ടുകാരറിഞ്ഞ നാണക്കേടാവില്ലേ? അതുകൊണ്ടായിരിക്കും ഗോപാൽജി ഈ കല്യാണം നടത്താൻ ഇത്രയും പാടുപെടുന്നത്. മഞ്ജുവിനെ കുറിച്ച് ഇനി മേലാൽ ഈ വീട്ടിലുള്ള ആരും മോശം പറയരുത്. അവള് ഗോപാൽജിയുടെ മരുമകളാവാൻ പോകുന്ന പെൺകുട്ടിയാ. അവളോട് കുറച്ച് ബഹുമാനമൊക്കെ ആവാം. പിന്നെ അവൾ എന്റെ പട്ടി ബഹുമാനിക്കും. ഏട്ടന്റെ ഈ യജമാന സ്നേഹം കുറച്ച് കൂടുന്നുണ്ട്. അവന്റെയും ശാലിനിയുടെയും കല്യാണം ഒന്ന് കഴിയട്ടെ, പിന്നെ എന്റെ മോന് യജമാനാവും. പിന്നെ നമുക്ക് ആരുടെയും മുന്നിൽ തല താഴ്ത്തേണ്ടി വരില്ല. അതിനുള്ള എളുപ്പ വഴിയാ ഞാൻ ഏട്ടന് പറഞ്ഞു കൊടുത്തത്. ഡീ, ആ ശാലിനി ഏത് നേരവും ഏട്ടന്റെ പുറകെയല്ലേ നടക്കുന്നേ. ഏട്ടനൊന്ന് മനസ്സ് വെച്ചാ ഈസിയായി ശാലിനി. എന്റെ മോൻ അത്രയും വൃത്തികെട്ടവനല്ല. വന്ന് വന്ന് എന്തു പറയാവുന്നായോ? നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്താ ആർക്കും വേണ്ട. കയ്യില് കാശില്ലെങ്കിലും അഭിമാനം വിട്ടൊരു കളിക്കും പോവില്ല. വെറുതെ അല്ലേ ഈ കുടുംബം ഗുണം പിടിക്കാത്ത. ചേച്ചി, അച്ഛന്റെ ഫോട്ടോ വീണതോർത്ത് വിഷമിച്ചിരിക്കണോ?
എന്താ മോളെ? കല്യാണം അടുക്കുമ്പോ ഇങ്ങനെ വിഷമിച്ചിരിക്കാനൊന്നും പാടില്ല. ചേച്ചിക്ക് അച്ഛന്റെ ഫോട്ടോ വേണത് മുതല് ഭയങ്കര ടെൻഷനാ. അതൊരു ദുശകരമാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കൂ? മോള് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഈ കല്യാണത്തിനേക്കാൾ നല്ലൊരു കാര്യം ഈ കുടുംബത്തിൽ നടക്കാനില്ല. അപ്പോഴാ ദുശകനം കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നത്. മോളെ, സഞ്ജു നല്ല പയ്യനാ. ഇത്രയും കാശും സ്വാധീനമൊക്കെ ഉണ്ടായിട്ടും അവൻ എന്ത് വിനയത്തോടെ എല്ലാരോടും പെരുമാറുന്നത്. ശരിയാ മോളെ, അവനെ ആളുകള് വെറുതെ തെറ്റിദ്ധരിച്ചതായിരിക്കും. എങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കും? അവന്റെ കൂടെ നടക്കുന്നവരെ അത്രയും മോശക്കാരല്ലേ? ആ ഗിരി ഒരാള് മതി സഞ്ജുവിന് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാൻ. മഞ്ജുമോക്ക് തന്നെ അനുഭവമുള്ളതല്ലേ?